അന്താരാഷ്ട്രീയ വേദിയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാഗ്വാദം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ 158 നാവിക കപ്പലുകൾ തകർത്തുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ പരിഹസിച്ചുകൊണ്ട് ടെഹ്റാൻ രംഗത്തെത്തിയതോടെയാണ് ഈ തർക്കം രൂക്ഷമായത്. വെറും വാക്കുകൾക്കപ്പുറം ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അധികാര വടംവലിയായി ഇത് മാറിയിരിക്കുന്നു. ഗാനയിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിലൂടെയാണ് ഇറാൻ അമേരിക്കയെ പരസ്യമായി വെല്ലുവിളിച്ചത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ നിയന്ത്രണം ആർക്കാണെന്ന് ഇറാൻ അധികൃതർ ചോദിച്ചു. ട്രംപിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സമുദ്രമേഖലയിലെ യഥാർത്ഥ ശക്തി തങ്ങളാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച തർക്കം ലോകരാഷ്ട്രങ്ങളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. ആഗോളതലത്തിൽ വിപണനം ചെയ്യപ്പെടുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ അസ്ഥിരതയും ആഗോള ഇന്ധനവില കുതിച്ചുയരാനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായേക്കാം. അമേരിക്കൻ സൈനിക കരുത്തിനെ വെല്ലുവിളിക്കുന്നതിലൂടെ തങ്ങളുടെ ദേശീയ അഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾ തങ്ങളുടെ സൈനിക ശേഷിയെ തരം താഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണെന്ന് അവർ ആരോപിക്കുന്നു. എന്നാൽ കടലിൽ തങ്ങൾക്കുള്ള സ്വാധീനം ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസമാണ് ഇറാൻ സൈന്യം പ്രകടിപ്പിക്കുന്നത്. ഈ വാക്പോര് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിനുള്ള മുന്നോടിയാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേന മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുമ്പോഴും ഇറാന്റെ ഗറില്ല രീതിയിലുള്ള നാവിക നീക്കങ്ങൾ അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും നടക്കുന്ന ഈ നരേറ്റീവ് വാർ ആഗോളതലത്തിൽ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ട്രംപ് തന്റെ അനുയായികൾക്കിടയിൽ സൈനിക വിജയം ആഘോഷിക്കുമ്പോൾ ഇറാൻ അത് നുണയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് ഒരു തരത്തിൽ സൈനിക യുദ്ധത്തെക്കാൾ വലിയൊരു വാർത്താ യുദ്ധമായി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ലോകത്തിലെ വൻ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ചൈനയും ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപോലെ ഈ പാതയെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമാണ്. ട്രംപിന്റെ നയങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഉപരോധങ്ങളിലൂടെ ഇറാനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരം വെല്ലുവിളികളിലൂടെ പ്രതിരോധം തീർക്കാനാണ് ടെഹ്റാന്റെ നീക്കം. തെളിയിക്കൂ എന്ന ഇറാന്റെ വെല്ലുവിളി അമേരിക്കൻ നാവികസേനയെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ്. മൊജ്തബ ഖമേനിയുടെ സ്വാധീന വലയത്തിലുള്ള സൈനിക വിഭാഗങ്ങളാണ് ഈ വെല്ലുവിളിക്ക് പിന്നിലെന്നത് വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇവർ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. ഊർജ സുരക്ഷ അപകടത്തിലാകുന്നത് വികസ്വര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ശ്രമിച്ചാൽ ലോകം വൻ വിലക്കയറ്റത്തെ നേരിടേണ്ടി വരും. ഈ ഭീഷണി മുന്നിൽ കണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇരു വിഭാഗത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നത്. അമേരിക്കൻ നാവികസേനയുടെ സാങ്കേതിക മികവും ഇറാന്റെ ഭൗമപരമായ അനുകൂല സാഹചര്യങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. കടലിടുക്കിന്റെ ഭൂപ്രകൃതി ഇറാന്റെ ചെറിയ ബോട്ടുകൾക്കും മിസൈൽ സംവിധാനങ്ങൾക്കും വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇത് മറികടക്കുക എന്നത് വൻ സന്നാഹങ്ങളുമായി എത്തുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് എളുപ്പമാകില്ല. ട്രംപും ഇറാന്റെ സൈനിക നേതൃത്വവും തമ്മിലുള്ള ഈ പോരാട്ടം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അധികാരവും ആധിപത്യവും തെളിയിക്കാനുള്ള ഈ ശ്രമം ഒരുപക്ഷെ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാം. സമാധാനത്തിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ കടൽ തീരങ്ങൾ യുദ്ധക്കളങ്ങളായി മാറുന്ന കാഴ്ചയാകും ലോകം കാണുക.